നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഉദ്ദേശം തന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ താലൂക്കിലെ ഭാരവാഹികൾ അല്ലെങ്കിൽ ജില്ലയിലെ ഭാരവാഹികൾ മാത്രം അഭിസംബോധന ചെയ്താൽ പോരാ. ഈ പറഞ്ഞ ശാഖകളിലും നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് സദസ്സിനെ അഭിസംബോധന ചെയ്യുവാനും അതേപോലെ തന്നെ നമ്മുടെ സമുദായ സംഘടനയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുകയാണ്. പക്ഷേ എന്താണ് നേതൃത്വം? നേതാവ് എന്ന് പറയുമ്പോൾ ആ നേതാവിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ ചോദിക്കും എന്താണ് ക്വാളിറ്റി. പക്ഷേ ഈ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു ക്വാളിറ്റി എന്ന് പറഞ്ഞ് സഭയെ നയിക്കാൻ, സഭ എന്നല്ല ഒരു പ്രസ്ഥാനത്തെ സംഘടനയെ നയിക്കാനുള്ള പാടവത്വം ഉണ്ടാവുക. അങ്ങനെ ഒരു നായകൻ ഈ സഭയ്ക്ക് അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് ഉണ്ടായാൽ മാത്രമേ ആ സഭ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നമുക്കറിയാം നമ്മുടെ അകാലത്തിൽ അങ്ങനെയാണ് ഞാൻ പറയുക, അന്തരിച്ചു പോയ ആദരണീയനായ ബഹുമുഖ പ്രതിഭയായ ശ്രീ PR ദേവദാസ് അവരുകൾ നമ്മുടെ നേതൃ പഠന ക്ലാസ് നടത്തി. പാലക്കാട് അഖില കേരള വിശ്വകർമ്മ മഹാസഭ പാലക്കാട് താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ ശാഖകളിലെ ഭാരവാഹികൾക്കും പ്രധാന പ്രവർത്തകർക്കും ശിക്ഷക് സദനിൽ നേതൃപഠന ക്ലാസ് നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV ഷൺമുഖനാചാരി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് V ശിവൻ അധ്യക്ഷനായി. സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗം VN ദിലീപ് കുമാർ, ജില്ലാ സെക്രട്ടറി PB ഗുരുവായൂരപ്പൻ, ബോർഡ് മെമ്പർ K മുരളീധരൻ, സംസ്ഥാന സെക്രട്ടറി മനോജ് കുമാർ, K ആർമുഖൻ എന്നിവർ സംസാരിച്ചു. മോട്ടിവേഷൻ ട്രെയിനറും ലയൺസ് ക്ലബ് ഓഫ് പാലക്കാട് പാം സിറ്റി പ്രസിഡന്റുമായ R ബാബു സുരേഷ് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. വളരെ ഉപകാരപ്രദമായിരുന്നു ഈ മോട്ടിവേഷൻ ക്ലാസ് എന്ന് ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളും പറഞ്ഞു. വളരെ അച്ചടക്കത്തോടുകൂടി വളരെ കൃത്യനിഷ്ഠയോടുകൂടി തന്നെ ക്യാമ്പ് നടന്നു. കാര്യങ്ങളെല്ലാം നമുക്ക് ഭയങ്കര വിപുലമായ പരിപാടികളും കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് കുറച്ച് അറിവ് കുറവാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കണം. നമുക്കറിയാവുന്ന നേതൃത്വ പഠന ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു വരുന്നത് എല്ലാവരുടെ മുഖത്തും ഭയങ്കര ഗൗരവമാണ്. എല്ലാവരും ഭയങ്കര എന്തോ സംഭവം സമുദായ സംഘടന ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ചു. സമുദായ സംഘടനകളിലേക്ക് ആവശ്യകത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ അവർ ഒത്തൊരുമിക്കേണ്ട കാലം വൈകി എന്ന് പറയാം. വേറൊരു ചെറിയൊരു ഇത് പറയുകയാണെങ്കിൽ മറ്റു മതസ്ഥർ കൂടുന്ന പോലുള്ള യൂണിറ്റി നമുക്കില്ല, ഹിന്ദുക്കൾക്കില്ല. ഹിന്ദുക്കളുടെ സംഘടനകൾക്കും കുറവാണ് അക്കാര്യത്തിൽ. നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നാൽ ആദ്യം അദ്ദേഹത്തെ വിളിച്ച് സെൻട്രൽ പിടിച്ചെടുത്തും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹം 2 വാക്ക് പറയും. നിങ്ങളൊക്കെ നമ്മുടെ ആളുകളെ പറയും പോവും, കഴിഞ്ഞു, അത് നമ്മളെ പ്രശ്നം കഴിഞ്ഞു. അവർ പിന്നെ ഇതിന്റെ നടത്തിക്കൂടെ പോകും. നമുക്ക് നമ്മുടേതായ വ്യക്തിത്വങ്ങൾ ഇല്ലാത്തതിൻ്റെ കുറേ കുഴപ്പങ്ങളാണ്. നമുക്ക് യൂണിറ്റി ഇല്ലാത്തതാണ് നമ്മുടെ സംഘടനയൊക്കെ ശോഷിപ്പിന്റെ പ്രധാന ഒരു റീസൺ എന്ന് പറയുന്നത്.